Welcome friends to my channel. നമുക്ക് മാർക്കറ്റ് ഇന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഡിഫറെന്റ് ടോപ്പിക് സംസാരിക്കാണെന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാലോ, കഴിഞ്ഞ ഒരു 2 ദിവസം മുന്നേ ഒരു സ്റ്റാമ്പേഡ് മറ്റേ UP-യിൽ ഉണ്ടായത്. 120 ആൾക്കാർ മരിച്ചു. ഒരു റിലീജിയസ് കോൺഗ്രിഗേഷൻ ഉത്തർപ്രദേശിൽ ഹത്രാസ് എന്ന് പറഞ്ഞ അറൗണ്ട് 22,50,000 ആൾക്കാർ ഗ്യാദർ ചെയ്ത ഒരു സ്ഥലമാണ്. അവിടെ ആകെ ഗ്യാദർ ചെയ്യാനുള്ള കപ്പാസിറ്റി 50,000 ആൾക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കേട്ടത്. ഇത് ഈ ഡിവോട്ടീസ് വന്നിട്ട് പുഷിങ് ടുവേർഡ്സ് സ്റ്റേജ് എന്ന് പറയും. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ വായിച്ചത്, ഈ എന്താ പറയുക, ഇവരെ ഭക്തന്മാരൊക്കെ ഈ സ്റ്റേജിൽ പുഷ് ചെയ്തിട്ട് ഇവർക്ക് ഈ ബാബയുടെ കാല് തൊട്ട് നമസ്കരിക്കാനായിട്ട് ഇവരെല്ലാവരും പുഷ് ചെയ്ത സമയത്താണ് സ്റ്റാമ്പേഡ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ന്യൂസ് വായിച്ചത്. അപ്പോൾ അത് വലിയൊരു ട്രാജിക് ഇൻസിഡൻസ് ആണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നോക്കുകയെന്ന് വെച്ചാൽ ഈ സ്റ്റാമ്പേഡ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്നൊരു സംഭവം. കുറച്ച് കൊല്ലം മുമ്പ് നമുക്ക് അറിയാം, ഒരു ബോംബെയിലെ ഒരു എൽഫിസ്റ്റോൺ സ്റ്റേഷനിലൊരു ഫ്ലൈ ഓവർ പൊട്ടി കുറേ ആള് സ്റ്റാമ്പേഡിൽ മരിച്ചു. നാഗ്പൂരിൽ ഏതൊരു ടെമ്പിളിലുണ്ടായി. മോസ്റ്റ് ഓഫ് ദി റിലീജിയസ് ഈ കോൺഗ്രിഗേഷൻ സമയത്താണ് ഈ സ്റ്റാമ്പേഡ് ഉണ്ടാകുന്നത്. അത് ഈവൻ ശബരിമലയിൽ പോലും നമുക്കറിയാലോ, കുറച്ച് കൊല്ലം മുമ്പ് കുറെ ആൾക്കാർ ശബരിമലയിൽ മരിച്ചത്. പിന്നെ കുംഭമേളയുടെ സമയത്ത് സ്റ്റാമ്പേഡിൽ മരിച്ചു. പിന്നെ പൊളിറ്റിക്കൽ ഗ്യാതറിങ്ങിൽ കുറെ ആൾക്കാർ മരിക്കുന്നത്. ഇതൊരു ട്രാജിക് ഇവന്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ റിസ്ക് അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഈ പണ്ട് നമുക്കറിയാലോ, ഈ ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഷിപ്പ് മുങ്ങിയ സമയത്ത് ഏകദേശം 3,500 ആൾക്കാരോളം ടൈറ്റാനിക് ഷിപ്പിൽ ആ ആക്സിഡന്റിൽ മരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള റൂട്ട് കോസ് അനാലിസിസ് ചെയ്തപ്പോൾ എന്താണ് അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അതിനെല്ലാവരും ബ്ലെയിം ചെയ്ത ഒരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആണ്. അപ്പോൾ ഐസ്ബർഗ് ആയിരുന്നു അതിന്റെ ഈ 3,500 ആൾക്കാർ മരിക്കാനുള്ള കാരണം എന്നാണ്. അപ്പോൾ എത്ര ആൾക്കാർ മരിച്ചു ആൻഡ് ഹൂ വാസ് ടു ബ്ലെയിം. അപ്പോൾ അതുപോലെ ഇയാൾ ഇന്നലെ ഈ ബാബ പറയുന്നത് വെച്ചാൽ, ഞാൻ അവിടെ നിന്ന് വിട്ടുപോയതിന് ശേഷം അത് ഈ സ്റ്റാമ്പേഡ് നടന്നത്, എനിക്കിതായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ ഞാൻ അതിന് അഡ്വക്കേറ്റ്സിനെ വെച്ചിട്ടുണ്ട് എന്നെ ഈ കേസിൽ നിന്ന് എന്നെ റിലീസ് ചെയ്യാൻ. എനിക്കിതിനകത്തൊരു യാതൊരു കണക്ഷൻ ഇല്ലെന്ന് അയാൾ പറയുന്നു. അതുപോലെ ഇപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, ഈ ഐസ്ബർഗ് ആണോ ഇതിൻ്റെ ടൈറ്റാനിക്കിന് സിങ്ക് ചെയ്യാനുള്ള കാരണം നിങ്ങൾ വിചാരിക്കുന്നു? ഇപ്പോൾ പിന്നെ ഈ ലേറ്റസ്റ്റ് സ്റ്റഡീസൊക്കെ പറയുന്നത് വെച്ചാൽ അതൊരു ഡിസൈൻ ഫെയിലർ ആയിരുന്നു പറഞ്ഞു. ഇപ്പോൾ ആധുനിക ഈ കപ്പൽ നിർമ്മാണങ്ങളൊക്കെ പുതിയ ഡിസൈൻ, ഈ ഐസ്ബർഗിന് ഇതൊക്കെ ഓവർകം ചെയ്യാനുള്ള ഡിസൈൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇവർ പറയുന്നത് വെച്ചാൽ ഈ ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് ക്യാപ്റ്റൻ ഈ എല്ലാവരുടെയും അബാൻഡൻ ഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊരു വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു ആൾ ചെയ്തത്. പിന്നെ മാനേജ്മെന്റ് പുവർ ഡിസിഷൻ മേക്കിംഗ് അതിനകത്ത് പറയുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഇനഫ് ലൈഫ് ബോട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. വെള്ളം ചാടിക്കുന്ന സമയത്ത് ആ വെള്ളം വളരെ കോൾഡായിരുന്നു. ഷിപ്പിൽ നിന്ന് വെള്ളത്തിൽ ചാടിയത് വളരെ തണുപ്പുള്ള വെള്ളമായിരുന്നു പറഞ്ഞു. ഇതൊക്കെയാണ് പിന്നെയുള്ള കാരണങ്ങൾ പറയുന്നത്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഇവർ പറയുന്നൊരു കാര്യം, ടൈറ്റാനിക് ഉണ്ടാക്കുന്ന സമയത്ത് അത് പറഞ്ഞത് ഒരു അൺസിങ്കബിൾ ഷിപ്പ് എന്നാണ്, ഒരിക്കലും മുങ്ങാത്തൊരു ഷിപ്പ്. പിന്നെ അതിൻ്റെ എല്ലാ പ്രോസസ്സും പ്രൊസീജിയേഴ്സും മാനേജ്മെന്റ്, എമർജൻസി പ്ലാനിങ്, ലൈഫ് ബോട്ട്, നാവിഗേഷൻ, ദ ഫാസ്റ്റസ്റ്റ് റൂട്ട് അറ്റ്ലാന്റിക് ക്രോസിംഗ് ചെയ്യുന്ന റൂട്ട് അവർ തിരഞ്ഞെടുത്തതും ഓൾ ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് ഇറ്റ് ഈസ് എൻ അൺസിങ്കബിൾ ഷിപ്പ് എന്നുള്ളതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു അൺസിങ്കബിൾ ഷിപ്പിനെ എങ്ങനെ അത് സംഭവിച്ചു? അതാണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. അതാണ് ഡിസൈൻ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഷിപ്പിനൊന്നും എന്താ പറയുക, ഐസ്ബർഗ്സിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിന്റെ ആ ഒരു ടെക്നോളജിനെ ഓവർകം ചെയ്തു, ഡിസൈൻ ഓവർകം ചെയ്തു. അപ്പൊ ഇതിന്റെ എല്ലാം സിംഗിളായിട്ട് പറയുക വെച്ചാൽ, അത് ഫണ്ടമെന്റൽ തിങ് ഈസ് ദാറ്റ് ദ ഫെയിലിയർ ഈസ് ദ സേഫ്റ്റി കൾച്ചർ. അതാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഇവന്റ്സ് നോക്കുക വെച്ചാൽ, ഏത് ഇവന്റ്സ് ഉണ്ടായാലും നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് കുറച്ച് ആൾക്കാർ മരണപ്പെടും, ലോസ് ഓഫ് ലൈഫ്. അതാണ് കാണുന്നത്. അണ്ടർലൈങ് കോസ് ഓഫ് ഫെയിലിയർ അവർക്ക് ആ റിസ്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല.
പിന്നെ ഈ ഡിസൈൻ ഫെയിലിയർ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താ ഉദ്ദേശിക്കും, ഇപ്പൊ ഈ നടന്ന സംഭവം തന്നെ ഓവർ കപ്പാസിറ്റി, ഓവർ ക്രൗഡിങ്, ടു മെനി പീപ്പിൾ, നോട്ട് ഇനഫ് സ്പേസ്. അതാണ് ഒരു കാര്യം. രണ്ടാമത് ഇൻഫർമേഷൻ ഫെയിലിയേഴ്സ്. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ശബരിമലയിൽ ഇത്ര ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന സ്ഥലം, പെട്ടെന്നൊരു ഇൻഫർമേഷൻ വന്നു, ആരുടെ കയ്യിലൊരു ഒരാളുടെ കയ്യിൽ കത്തിയുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബോംബ് ആളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ഒരു ഫയർ വന്നോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തീപിടുത്തുണ്ടോ, ഇതൊക്കെ ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ വരുമ്പോൾ ക്രൗഡ് ആക്ച്വലി ക്രൗഡ് എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ക്രൗഡ് മാറും, ആ ക്രൗഡിന്റെ ബിഹേവിയർ. പിന്നെ എന്താ വെച്ചാൽ ഏത് ഇവന്റ് നടക്കുമ്പോൾ അതിനൊരു റിസ്ക് ഉണ്ട്. ഏറ്റവും സേഫസ്റ്റ് ആയ ഇവന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ നടക്കുന്നതിന് അതിലൊരു റിസ്ക് ഉണ്ട്, ഗാലറി പൊട്ടി പോവുക, അല്ലെങ്കിൽ ആൾക്കാർ ആ ക്രൗഡിൽ സ്റ്റാമ്പേഡ്, എല്ലാ റിസ്ക്കും ഉണ്ട്. അപ്പോൾ ഓൺലി സേഫ് സ്റ്റേഡിയം ഉണ്ടാകുമ്പോൾ ഓൺലി സേഫ് സ്റ്റേഡിയം ഈസ് എംപ്റ്റി എന്ന് പറഞ്ഞു അതുപോലെ. അപ്പൊ ഈ റിസ്കിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, അതിന്റെ ഒരു സേഫ് എൻവിറോൺമെന്റ് ഫോർ ഉണ്ടാക്കാന്നുള്ളതാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകും. അതിൽ ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ സിമ്പിൾ ഇൻസ്ട്രക്ഷൻ, നമ്മളെ ഈ കോവിഡ് സമയത്ത് ചെയ്തുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഈ ക്രൗഡ് ഉള്ള സ്ഥലങ്ങളിൽ എപ്പം ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് എഫക്ട്. നമ്മൾ ഈ അമ്പലങ്ങളിലും അല്ലെങ്കിൽ നമ്മളെ ഈ ആരാധനാലയങ്ങളിൽ എവിടെയും പോയി കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് അത് കാണും. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് മിക്ക ആരാധനാലയങ്ങൾ, ഞാനിത് ആരെയും കുറ്റം പറയുന്നില്ല, കണ്ടിട്ട് വളരെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ ഒരു കോവിഡ് സമയത്ത് കുറച്ച് ആൾക്കാരെ ഇത് മനസ്സിലാക്കിയിരുന്നു, പക്ഷെ അതിനുശേഷം ഒന്നും ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും സസ്പെക്റ്റഡ് പാക്കേജ്, ഒരു ആക്റ്റീവ് ഷൂട്ടറോ ബോംബോ ഫയറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബാഡ് ജഡ്ജ്മെന്റ് ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പാനിക് ഉണ്ടാവും ജനങ്ങളിൽ, പിന്നെ സ്റ്റാമ്പേഡ് ഉണ്ടാവും. അപ്പോഴാണ് ക്രൗഡിൻ്റെ അടുക്കെ ഈ സ്റ്റാമ്പേഡ് ആകുന്നത്. അപ്പോൾ നമ്മളെ ഈ മീഡിയ റിപ്പോർട്ട് പറയുന്നത് വെച്ചാൽ ഇത് ക്രൗഡിന്റെ മിസ്ബിഹേവിയർ കൊണ്ടാണ് ബേസിക്കലി ഈ സ്റ്റാമ്പേഡ് ഉണ്ടാകുന്നത്, ആക്സിഡന്റ് ഉണ്ടാകുന്നതാണ്. എല്ലാവരും പറയുന്നത് ക്രൗഡാന്നത് ആക്സിഡന്റ് ഉണ്ടാക്കിയത്. ഞാൻ ഇന്നലെ ഈ UP-യിലോ അല്ലെങ്കിൽ എൽഫിൻസ്റ്റൺ ബോംബെയിലുള്ള പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ കുംഭമേളയിലോ അല്ലെങ്കിൽ ശബരിമലയിലോ ഞാൻ ക്രൗഡിനെ ബ്ലെയിം ചെയ്യുന്നില്ല. ക്രൗഡിന്റെ ഒരു മിസ്റ്റേക്ക് അല്ലത്, അതൊരു മിസ്ലീഡിങ് ഇൻഫർമേഷൻ. എന്താ പറയുക, മിസ്ലീഡിങ് ഇൻഫർമേഷൻ. പിന്നെ ഈ ഓവർ ക്രൗഡിങ്, ഒരു ആൾക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിങ്ങളൊരു 50,000 ആൾക്കാർ അലൗ ചെയ്യാന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഇഞ്ചുറി. അതിന്റെ മാനേജ്മെന്റ് ഫെയിലറാണ് ശരിക്കത്. പബ്ലിക് അസംബ്ലി ചെയ്യുന്ന സമയത്ത് എത്ര ആൾക്കാർക്ക് അവിടെ പബ്ലിക് അസംബ്ലി ചെയ്യും? ഇവർ പറയുന്നത് ഞങ്ങൾ 80,000 ആൾക്കാർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഗവൺമെന്റ് പറയുന്നത് കേട്ടോ. പക്ഷെ അതിന് ഈ 2,50,000 ആൾക്കാർ അവിടെ വന്ന് ആ സ്ഥലത്ത് വന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ വലിയൊരു ഇതെന്ന് വെച്ചാൽ ഈ ഇൻഅപ്രോപ്രിയേറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്. ആ സ്പേസ് നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു? പിന്നെ വലിയൊരു ക്രൗഡ് ഫോഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും അതിനാ ഇമ്പോസിബിൾ ടു റെസിസ്റ്റ് ആൻഡ് കൺട്രോൾ. എത്ര വലിയ പോലീസ് വന്നാലും എത്ര വലിയ ആൾക്കാരും അതിനാ ഒരു വലിയൊരു ക്രൗഡിനെ റെസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു 10-15 പോലീസുകാർക്കോ അല്ലെങ്കിൽ 100 പോലീസുകാർക്കോ സാധിക്കില്ല, അല്ലെങ്കിൽ ആർക്കും അത് വളരെ വിഷമമാണ്. അങ്ങനെയാണ് ഈ ക്രൗഡ് ഉണ്ടാകുന്നത്. പിന്നെ ഈ ക്രൗഡിൽ എങ്ങനെ ആൾക്കാർ മരിക്കുന്നത് വെച്ചാൽ വിർച്വലി ഇത് ക്രൗഡ് ഡെത്ത് എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഈ ആസ്ഫിക്സിയ എന്ന് പറയും, അത് ശ്വാസം മുട്ടിയിട്ടാന്ന് പോലും ആൾക്കാർ മരിക്കുന്നതാണ്. നോട്ട് ദി ട്രാംബ്ലിങ്. ആൾക്കാർ ചവിട്ടി മതിച്ച് ഒരാളെ മേലെ കൂട്ടി ചാടിപ്പോയിട്ടുള്ള മരണം എല്ലാം കൂടുതലുണ്ടാകുന്നത്. മോസ്റ്റ്ലി ഈ അതാണ് അതെന്ന് വെച്ചാൽ ഈ ശ്വാസം മുട്ടിയിട്ടാ മരിക്കും. അതെന്ന് വെച്ചാൽ ഈ ഫോഴ്സസ് ഇങ്ങനെ ഒരാൾ 2 ആൾ 3 ആൾ ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് അതൊരു ഡൊമിനോ എഫക്റ്റ് ആയിട്ട് വലിയൊരു ഫോഴ്സ് ആയിട്ട് പീപ്പിൾ ലീനിങ് അഗെയിൻസ്റ്റ് ഈച്ച് അതറായി മാറുകയാണ്. ഒരു ഡൊമിനോ എഫക്റ്റ് ആണ്. ഇങ്ങനെ 4-5 ആൾക്കാർ പുഷ് ചെയ്യുന്ന സമയത്ത് ഒരാൾ വീണ് ഇങ്ങനെ ഒരു ഡൊമിനോ എഫക്റ്റ് ആയി. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരാൾ വീണ് അതിന്റെ മുകളിൽ വേറെ ആൾ ചവിട്ടി, അതിന്റെ മുകളിൽ വേറെ ആൾ ചവിട്ടി അങ്ങനെ പോകും. അപ്പോൾ ഈ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഹ്യൂമൻ ബോഡീസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഏറ്റവും ബോട്ടമിലുള്ള ആള് ഈ അയാളെ ചെസ്റ്റ് പ്രഷർ പറയുന്ന ഒരു 400 ന്യൂട്ടന്റെ അത്ര ശക്തി ഉണ്ടാകുന്നുള്ളൂ. അവിടെ ആ ചെസ്റ്റ് പ്രഷർ ഇല്ലേ, അത്രയും വലിയ പ്രഷർ. പിന്നെ മോസ്റ്റ്ലി ഇവർ ഈ നമ്മളെ ഈ ചെസ്റ്റിന്റെ ഭാഗങ്ങളിൽ മിഡിൽ ഓഫ് ദ ബോഡി ചവിട്ടിയിട്ട് പോലും ആൾക്കാർ പോകുന്നത്, നോട്ട് ദി ലെഗ്സ്. അങ്ങനെയാണ് ഈ ശ്വാസം മുട്ടിയിട്ട് മരിക്കുന്നത്. മിക്കവാറും മരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകളും കുട്ടികളായിരിക്കും അധികം മരിക്കുക. കാരണം വെച്ചാൽ അതാണ് ഞാൻ കണ്ടത് ഇൻസിഡന്റിലൊക്കെ. പിന്നെ എന്ന് വെച്ചാൽ ഈ
ഇവരെന്താ വെച്ചാൽ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ ഒരു ക്രൗഡിൽ എല്ലാവരും അവരുടെ ബ്രീത്തിങ് സ്പേസിന് വേണ്ടി പുഷ് ചെയ്ത് കൊണ്ടേ പോകും. ആണിപ്പം ഞാൻ ഈ പല സ്ഥലങ്ങളിലും ഗാദറിങ് സ്ഥലങ്ങളിലോ ഓരോ ആൾ ഓരോ ഇഞ്ച് സ്പേസിന് വേണ്ടിയിട്ടും ആൾക്കാർ പുഷ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് അതിന്റെ വലിയൊരു പ്രശ്നം. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് പെഡസ്ട്രിയന് നല്ലൊരു ഇനഫ് സ്പേസ് ഉണ്ടാക്കണം. ഈ സംഘാടകർ ഈ പെഡസ്ട്രിയൻസിന് നല്ലൊരു സ്പേസ് ഉണ്ടാക്കും. വെച്ചാൽ 10 പേർക്കാണ് പെഡസ്ട്രിയനിൽ നടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു 50 ആൾക്ക് നടക്കാൻ പറ്റുന്ന പെഡസ്ട്രിയൻ ഉണ്ടാക്കണം. എന്നാലും മാത്രമേ ഒരു 10 ആൾക്കാർ അവിടെ നടക്കാൻ പറ്റും. വെച്ചാൽ മൂവിങ് ക്രൗഡിന് കുറെ സ്പേസ് ആവശ്യം. നിങ്ങൾ കൈയും കാലൊക്കെ നടക്കുന്ന സമയത്ത് യു നീഡ് ലോട്ട് ഓഫ് സ്പേസ് ഓൾസോ. പിന്നെ അതാണ് അതിന്റെ ഒരു ഡിസൈൻ പറയുന്നത്. പിന്നെ പറയുന്നത് ഈ പെഡസ്ട്രിയൻ ലാർജ് ഗ്രൂപ്പിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ ക്രൗഡിങ് ഉണ്ടാവും, ഇഞ്ചുറി ആൻഡ് ലോസ് ഓഫ് ലൈഫ് ഉണ്ടാവും. പിന്നെ ഏത് ക്രൗഡിലും ഇന്നലെ ഇപ്പോൾ അവിടെ ഇത്ര വലിയ ആൾക്കാർ അസംബിൾ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് മെഡിക്കൽ എമർജൻസി ഉണ്ടാവും. നിങ്ങൾ 30 ആളായാലും 30,000 ആൾക്കാരും ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യാറ് എന്തെങ്കിലും ആൾക്കൊരു മെഡിക്കൽ എമർജൻസി അതിനായിട്ട് അവർ പ്രിപ്പറേഷൻ അവിടെ എന്തും കൊണ്ടു. ഇത്രയധികം ആൾക്കാർ ഗ്യാദർ ചെയ്ത് ഒരു ക്രൗഡായ സമയത്ത് അവിടെ മെഡിക്കൽ എമർജൻസിക്ക് ഒന്നുമില്ല. പിന്നെ ഈ ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും, പെട്ടെന്ന് ബേൺസ് വരും, അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഇല്ലസ് എല്ലാവർക്കും പെട്ടെന്ന് വരുന്ന സംഭവമാണ്. അത് പണ്ടാര കൊണ്ടല്ല നിങ്ങൾക്ക് വെതറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബട്ട് യു ക്യാൻ കൺട്രോൾ യുവർ റെസ്പോൺസ് ടു ദ വെതർ എന്നാണ്. ഒരു ഔട്ട്ഡോർ ഇവന്റ് ആകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവിടുത്തെ വെതർ? അത് ചൂടുള്ള വെതറാണോ അല്ലെങ്കിൽ തണുപ്പുള്ള വെതറാണോ? ചൂടുള്ള വെതർ അങ്ങനെ എയർ കണ്ടീഷൻ സിസ്റ്റം ഉണ്ടോ? തണുപ്പുള്ള വെതർ അങ്ങനെ ഹീറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടോ? പിന്നെ ഈ ലാർജ് നമ്പർ ഓഫ് സ്റ്റെയർസ് പടി കയറി കുന്നു കയറേണ്ട ശബരിമല പോലത്തെ കുന്നു കയറേണ്ട സ്ഥലങ്ങളാണെങ്കിൽ അത് ആസ്മ അറ്റാക്ക് ഉണ്ടാവും, കാർഡിയാക് ഇവന്റ്സ് ഉണ്ടാവും. അവിടെ ഒരു ആംബുലൻസ് സർവീസ് ഉണ്ടോ? ആംബുലൻസ് സർവീസ് എത്തിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനുള്ള റോഡ്സ് ഉണ്ട് അവിടെ. അത് പിന്നെ ഈ ലോക്കൽ ആംബുലൻസ് സർവീസിന്റെ ആവശ്യം മാത്രമല്ല, പിന്നെ അതിനുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ബൂത്തുകൾ അവിടെ ഉണ്ടോ? ആ ഫസ്റ്റ് എയ്ഡ് ബൂത്തുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബൂത്തിൽ അവിടെ ട്രെയിൻഡ് ആൾക്കാരുണ്ടോ? ഇങ്ങനെയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ കൺസേൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു എമർജൻസി നമ്പർ, ഒരു പെട്ടെന്ന് ഒരാൾക്ക് വിളിക്കാനുള്ള നമ്പർ, സൈൻ ബോർഡ്സ് അതൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അതിനൊരു എമർജൻസി റെസ്പോൺസ് പ്ലാൻ ഉണ്ടോ? പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്ര അധികം ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഫെമിനിൻ ഹൈജീൻ പ്രോഡക്ട്സ്, കംഫർട്ട് സ്റ്റേഷൻസ്, റെസ്റ്റ് റൂംസ് ഇതൊക്കെ ഉണ്ടോ ആഡിക്വേറ്റ് ആയിട്ട്? പിന്നെ വരുന്ന എമർജൻസി റെസ്പോൺസ് പ്ലാനിൽ വരുന്ന അവർക്കൊരു റിട്ടേൺ, ഇത് തുടങ്ങുന്നതിന് മുതൽ ഒരു റിട്ടേൺ ഡീറ്റെയിൽഡ് എമർജൻസി പ്ലാൻ അവർക്കുണ്ടോ? അത് ഈ റിട്ടേൺ എമർജൻസി പ്ലാനിൽ എന്തൊക്കെയാണ് വേണ്ടത്? അതൊക്കെ ഈ ഒരു നല്ലൊരു പ്ലാൻ ആണെങ്കിൽ അതിന് വേണ്ടത് വെച്ചാൽ ഡെവലപ്പ് ആൻ എമർജൻസി റെസ്പോൺസ് പ്ലാൻ ആണെങ്കിൽ വേണ്ടെങ്കിൽ അത് അവർക്കൊരു എമർജൻസി റെസ്പോൺസ് പ്ലാൻ ഉണ്ടോ? ഈ എമർജൻസി റെസ്പോൺസ് പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ അത് എല്ലാവർക്കും അറിയോ എന്താണ് നിങ്ങളുടെ എമർജൻസി റെസ്പോൺസ് പ്ലാൻ എന്നുള്ള കാര്യം. അതിന് കുറച്ച് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? എമർജൻസി റെസ്പോൺസ് പ്ലാനിനെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പിന്നെ അത് റിവ്യൂ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ആവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ഇതൊന്നും കയ്യില്ലാതെങ്കിൽ യു ഹാവ് ടു ഹയർ സം തേർഡ് പാർട്ടി ഔട്ട്സൈഡ് എമർജൻസി ഇവന്റ് മാനേജ്മെന്റ് ഒരു ഇവന്റിന് വിളിക്കണം. ആ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഇതൊക്കെ മാനേജ് ചെയ്യണം. അതിന്റെ ഈ സംഗതികളൊക്കെ അവർക്ക് ആവശ്യം. ഈ ഒരു ഇവന്റിന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇവന്റ് വലിയൊരു ഇവന്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല എന്താ സംഭവിക്കുക. ഇന്നലെ തന്നെ നടന്ന സ്ഥലത്ത് അവിടെ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ, ഡീഫ്രിബ്രേറ്റർ ഉണ്ടോ, മെഡിക്കൽ പേഴ്സണൽ ഉണ്ടോ ഒന്നും ആർക്കും അറിയില്ല. ഒരു നമ്പർ ഇഫ് പോസിബിൾ അമേരിക്കയിലുള്ള 911 അങ്ങനെയുള്ള ഒരു നമ്പർ എമർജൻസി വിളിക്കാനുള്ള നമ്പർ ഉണ്ടോ? വാർണിംഗ് മെസ്സേജസ്, സൈനേജ് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ടെക്നോളജി യൂസ് ചെയ്യുക, സെക്യൂരിറ്റി ടെക്നോളജി, ക്ലോസ് സർക്യൂട്ട് ടെലിവിഷൻ വെക്കാം. പിന്നെ അവിടെ വരുന്ന ഓരോ ഗ്യാദർ ചെയ്ത 10-80,000 ആൾക്കാർ ഓരോ ആൾ അറ്റ്ലീസ്റ്റ് നെയിം ആൻഡ് ടെലിഫോൺ നമ്പർ, അവർ എവിടുന്നാ വരുന്നത്, അവർ ആരാന്ന് എന്താന്നുള്ള ഒരു നെയിം ഒരു രജിസ്റ്റർ ഉണ്ടോ? ഇതൊക്കെയാണ് ഈ സേഫ്റ്റി ഈസ് നോട്ട് ആൻ ഇന്റലക്ച്വൽ എക്സസൈസ് എന്ന് പറഞ്ഞത്. അത് വർക്ക് ചെയ്യണം, അല്ലാണ്ട് ഒരു എക്സസൈസ് ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് എക്സസൈസ് ആയിട്ട് അല്ലാതെ ശരിക്കും ഇങ്ങനെ വർക്ക് ചെയ്യണം ശരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സേഫ്റ്റി if you don't consider safety as a serious thing, it is a matter of life and death. ഇന്നലെ സംഭവിച്ച പോലെ സംഭവിക്കുക. You try an accident. If you think safety is expensive, you try an accident. അപ്പോൾ ഈ മെയിൻ കാരണങ്ങൾ ഈ മൂന്ന് കാരണങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് എ ക്രൗഡ് ടു ബ്ലെയിം. പറയുന്നത് വെച്ചാൽ ഈ ഡിസൈൻ ഫെയിലിയേഴ്സ്, ഇൻഫർമേഷൻ ഫെയിലിയേഴ്സ്, മാനേജ്മെന്റ് ഫെയിൽ, 3 ഇതിന്റെ പ്രധാന കാരണങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആയാലും ശരി, നമ്മളൊരു സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് വെച്ചാൽ നമുക്ക് എന്താ, കൺസേർട്ട് ആയാലും ഒരു മ്യൂസിക് കൺസേർട്ടിന് പോകാമെങ്കിലോ ആദ്യം നമ്മൾ ഇവന്റിലെത്തി നമ്മൾ ആദ്യം പോകുന്ന സീറ്റ് പിടിക്കാൻ, നമുക്ക് നല്ലൊരു സീറ്റ് കിട്ടണം. ആ സീറ്റിൽ നിന്ന് ഇരുന്നിട്ട് നമുക്ക് നല്ല ഈ സീന് വേണം, അല്ലെങ്കിൽ ആ ഇവന്റ് വാച്ച് ചെയ്യാനുള്ള ഇത് വേണം, അല്ലെങ്കിൽ എന്താ പറയുക ബെസ്റ്റ് പൊസിഷൻ എനിക്ക് കിട്ടണം. ഇതാണ്
ആദ്യം നോക്കുന്നത്. ഇതിന് ഇൻഗ്രസ് എന്നാ പറയും. അതുപോലെ തന്നെ ഈ പുറത്തു പോകാൻ ശ്രമിക്കുന്നത്, എനിക്ക് ആദ്യം പുറത്തു പോകണം, സിനിമ കണ്ട് എനിക്ക് ഫസ്റ്റ് കൂടി പോകണം, അല്ലെങ്കിൽ ഇവന്റ് കഴിഞ്ഞ് ഐ വിൽ ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് ഔട്ട്. ഇതൊക്കെയാണ് ആക്സിഡന്റ് ഉണ്ടാക്കുക. പിന്നെ ഇതില് വേറൊരു പ്രധാനപ്പെട്ട സംഭവം, ഇത്ര ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്വയർ മീറ്ററിൽ അതിന്റെ സേഫ്റ്റി റൂൾസ് എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ മീറ്ററിൽ 2 ആൾക്കാർ മാത്രമേ പാടുള്ളൂ. അപ്പോ മൂവിങ് ക്രൗഡിനാകിൽ അതിനെക്കാട്ടും കൂടുതൽ സ്പേസ്. മൂവിങ് പേഴ്സൺ എക്സ്റ്റെൻഡ് അവരെ കാല് നീട്ടും, ലെഗ്സ്, ആംസ് നടക്കുന്ന സമയത്ത് ഓക്യുപ്പൈ ലാർജർ ഏരിയനോ. അപ്പൊ ഇതിന്റെ ഇതാണ് ഇതിനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ അവര് പറയുന്നത്. ഈ ഡെൻസിറ്റി പറഞ്ഞ പോലെ ഈ ജസ്റ്റ് 2 ആൾക്കാർ പെർ സ്ക്വയർ മീറ്ററിലെ പാടുള്ളൂ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ പ്ലാൻ ആൻ ഇവന്റ്, മേജർ ഇവന്റ്, വി ഡു നോട്ട് നോ ഹൗ മെനി പീപ്പിൾ ആർ കം. അതാണ് എല്ലാവരും പറയുന്നത്. നമ്മളൊരു ഇവന്റ് പ്ലാൻ ചെയ്താൽ, ഒരു കല്യാണത്തിന് നമ്മൾ പ്ലാൻ ചെയ്തതിന് നമുക്ക് തന്നെ അറിയില്ല എത്ര ആൾക്കാർ വരും. അതുപോലെ ഇപ്പൊ ശബരിമല പറയുന്ന അവർക്ക് തന്നെ അറിയില്ല എത്ര ആൾക്കാരാണ് ഓരോ കൊല്ലം വരുന്നത്. ഓരോ കൊല്ലം ശബരിമല കൂടിക്കൂടി. ഇങ്ങനെയുള്ള ഈ റിലീജിയസ് കോൺഗ്രിഗേഷൻ, ഇപ്പം പോട്ട ഇതുപോലത്തെ പല റിലീജിയസ് കോൺഗ്രിഗേഷൻ ആൾക്കാരിങ്ങനെ ദിവസം ഈ എന്താ പറയാ ഇങ്ങനെയുള്ള ഇവന്റിന് ആൾക്കാർ കൂടിക്കൂടി വിടും. അപ്പൊ നമുക്ക് തന്നെ അറിയില്ല എത്ര ആൾക്കാർ. നിങ്ങളിപ്പോൾ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ ഒരു 50 സീറ്റിൽ ടിക്കറ്റ് എടുത്ത് നോക്കണം. ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റുള്ള ആൾക്കാരെ പോകും. ഫുട്ബോൾ മാച്ചിന് ടിക്കറ്റുള്ള ആൾക്കാരെ വിംബിളി സ്റ്റേഡിയത്തിൽ കുറെ ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാർ ക്രൗഡിലല്ലോ ടിക്കറ്റ് വിറ്റ് അത്ര ടിക്കറ്റ് വെക്കുന്ന അതിന് ആൾക്കാരുടെ ക്രൗഡ്. അതെന്തിനാ ഒരു ക്രൗഡ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവരും സ്റ്റേഡിയത്തിൽ കയറ്റാൻ പറ്റില്ല, സ്റ്റേഡിയത്തിന്റെ ഗാലറി പൊട്ടി പോയില്ലേ. അതൊരു ക്രൗഡ് മാനേജ്മെന്റ്. ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ വെച്ചാൽ. അപ്പൊ എനിക്ക് ഈ ഓർമ്മ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷനിൽ മറ്റേ നമ്മൾ ട്രംപ് ജയിച്ച സമയത്ത് അയാൾ പറഞ്ഞു എന്റെ ഈ 3 മില്യൺ ആൾക്കാർ എന്റെ ഇനോഗ്രേഷൻ ഡേയിൽ പങ്കെടുക്കുന്നുണ്ട്. 3 മില്യൺ ആൾക്കാർ. അതുപോലെ സൗദി അറേബ്യയിൽ ഹജ്ജിന് ഏകദേശം 3 മില്യൺ ആൾക്കാർ വരുന്നുണ്ട്. 3 മില്യൺ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എത്ര ഏരിയ വേണമെന്നുള്ള ആദ്യം അവർ പ്ലാൻ ചെയ്യണം. ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അല്ല ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്ന കൂട്ടർ എത്ര ഏരിയ വേണം. അപ്പോൾ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യണം 2 ആൾക്കാർ ഒരു സ്ക്വയർ മീറ്ററിൽ വേണമെങ്കിൽ 3 മില്യൺ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 ലക്ഷം സ്ക്വയർ മീറ്റർ വേണമെന്നാണ് പറയുന്നത്. 5 ലക്ഷം സ്ക്വയർ മീറ്റർ എന്ന് വെച്ചാൽ കിലോമീറ്റർ അത്ര അടിച്ചുള്ള അത്ര വലിയ സ്ഥലം ആവശ്യമാണ്. അതിനെക്കാട്ട് വലുതായിട്ടുള്ള ഒരു സ്ഥലം ആവശ്യമാണ്. സോ ഇങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പെർ മീറ്ററിൽ എത്ര ആൾക്കാർ പങ്കെടുക്കും, അതിന് കണക്കായിട്ടുള്ള ഏരിയയും അതിനാദ്യം പ്ലാൻ ചെയ്തിട്ട്, അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാമ്പ് ഒക്കെ ഒഴിവാക്കും. നമ്മുടെ നാട്ടിലിനി കരണ്ടിൽ എത്ര കൊല്ലം എടുക്കുന്നു എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു വലിയൊരു സാഡ് ഇവന്റ് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാനിത് പറയാൻ വിചാരിച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാമെങ്കിൽ നമുക്കൊരു സേഫ്റ്റി കൾച്ചർ അവയർനെസ് എല്ലാവർക്കും ഉണ്ടാക്കാം. കാരണം ഇത് എല്ലാവർക്കും അറിയേണ്ടത്, കുട്ടികൾക്ക് സ്കൂൾ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്സിഡന്റ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഈ സേഫ്റ്റി കൾച്ചർ എന്താണെന്ന് ജനങ്ങൾക്ക് ഒന്ന് ഒരു ഇൻഫർമേഷൻ കൊടുക്കും. താങ്ക് യു ഫോർ വ്യൂയിങ് മൈ ചാനൽ.